10 വയസ്സുള്ള ഒരു പെൺകുട്ടി, ഹെൻറ്റി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, ഒരു ദിവസം ഒരു കുഞ്ഞു ദേവാലയത്തിൻ്റെ മുൻപിൽ ദേവാലയത്തിനുള്ളിൽ പ്രവേശിക്കാൻ സാധിക്കാതെ പുറത്തു നിൽക്കുകയാണ്. 1-2 ദിവസമായിട്ട് ഈ കുട്ടി സ്ഥിരം പള്ളിയിലേക്ക് വരും, പക്ഷെ ദേവാലയത്തിൽ പ്രവേശിക്കാനായിട്ട് പറ്റുന്നില്ല. അതുപോലെ ആളുകൾ നിറഞ്ഞിരിക്കുകയാണ്. കുഞ്ഞ് ദേവാലയമാണ്, വളരെ കുറച്ച് പേർക്ക് മാത്രം പ്രാർത്ഥിക്കാനായിട്ട് പറ്റുന്ന ദേവാലയം. ഈ ഹെൻറി മോളുടെ ജീവിത ശരീരത്തിലേക്ക് നോക്കുമ്പോൾ വളരെ മുഷിഞ്ഞ കീറിപ്പറിഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ചൊരു മകള്. പലപ്പോഴും ഞായറാഴ്ചകളിൽ പ്രാർത്ഥനയ്ക്കായിട്ട് വരുമ്പോൾ ടോക്കണുകൾ എടുത്താണ് ആളുകൾ ദേവാലയത്തിൽ പ്രവേശിക്കുക. പണമുള്ളവർ ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു കാലം. അവിടെ ഈ മോള് പുറത്ത് കരഞ്ഞുകൊണ്ട് നിൽക്കുന്നത് വൈദികൻ കാണുകയാണ്, പാസ്റ്റർ കാണുകയാണ്. അപ്പോൾ ഈ മകളുടെ അടുത്ത് ചെന്ന് അവളുടെ അടുത്ത് വന്ന് ചോദിക്കുകയാണ്, എന്താണ് മോളെ നീ കരയുന്നത് എന്ന്. അവൾ പറയുന്നു, എനിക്ക് ദേവാലയത്തിൽ പ്രവേശിക്കാനായിട്ട് സാധിച്ചില്ല, പ്രാർത്ഥിക്കാനായിട്ട് പറ്റുന്നില്ല, എനിക്ക് വേദപാഠ ക്ലാസ്സുകളിൽ പങ്കെടുക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ ഈ വൈദികൻ അവളെ കൈക്ക് പിടിച്ചുകൊണ്ട് ദേവാലയത്തിന് ഉള്ളിലേക്ക് പ്രവേശിപ്പിച്ച് പ്രാർത്ഥിപ്പിക്കുകയാണ്, വേദപാഠ ക്ലാസ്സുകളിൽ പങ്കെടുപ്പിക്കുകയാണ്. പിന്നീട് ദിവസങ്ങൾ കടന്നു പോകുമ്പോൾ അവൾ ഓർക്കുകയാണ്, തൻ്റെ കൂട്ടുകാർ, തന്നെ പോലെ പാവപ്പെട്ടവർ, അവർക്കും ദേവാലയത്തിൽ പ്രവേശിക്കാൻ സാധിക്കാതെ ഇങ്ങനെ പുറത്തായിരിക്കുകയാണല്ലോ എന്ന്. ആ ദിവസങ്ങളിലാണ് ഈ പുരോഹിതൻ പ്രസംഗത്തിലൂടെ ഇങ്ങനെ സൂചിപ്പിക്കുക, നമുക്കൊരു വലിയ ദേവാലയം വേണം, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു ദേവാലയം വേണമെന്ന്. വളരെ കാഷ്വലായിട്ട് പറഞ്ഞു പോയൊരു പ്രസംഗം. കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ ഹെൻറി മോള് വളരെ ദാരുണമായിട്ട് മരണമടയുകയാണ്. വളരെ സീരിയസ് ആയ രോഗത്തിന് അടിമപ്പെട്ടുകൊണ്ട് ഈ മോള് മരണത്തിന് കീഴടങ്ങുകയാണ്. ഈ അപ്പനും അമ്മയും ഓടി ഈ പുരോഹിതൻ്റെ അടുത്ത് വന്ന് പറയുന്ന, മോള് മരിച്ചുപോയി. പുരോഹിതനെ കൂട്ടിക്കൊണ്ട് അവരുടെ ഭവനത്തിലേക്ക് ചെന്നു. എല്ലാ കർമ്മങ്ങളും ഈ പുരോഹിതൻ നടത്തി. അതിനുശേഷം ഹെൻറി മോളുടെ അമ്മ ഒരു പേഴ്സുമായിട്ട് ഈ പുരോഹിതൻ്റെ അടുത്ത് വന്നിട്ട് കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഇത് മോള് അച്ഛനെ ഏൽപ്പിക്കുവാനായിട്ട് തന്നതാണ്. ആ പുരോഹിതൻ ആ പേഴ്സ് തുറന്ന് നോക്കിയപ്പോൾ 57 സെൻസ്, US പണം നമുക്കറിയാം, ഡോളറല്ല, 57 സെൻസ് ആ മകൾ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. ഒരു കുറിപ്പും, അച്ഛാ, ദേവാലയം വലുതാക്കുവാനായിട്ട് എൻ്റെ ഒരു ചെറിയ കോൺട്രിബ്യൂഷൻ. ആ വൈദികനെ അത് വല്ലാതെ സ്പർശിച്ചു. വൈദികൻ ആ പണവുമായിട്ട് ദേവാലയത്തിലേക്ക് വരികയാണ്. വെറും 57 സെൻസ്. അതിനുശേഷം ഈ കഥകൾ തന്നെ ട്രസ്റ്റിമാരെ അറിയിക്കുന്നു, ദേവാലയത്തിൽ മുഴുവൻ അറിയിക്കുന്നു. അവരുടെ ദേവാലയം നിന്നിരുന്നത് ഒരു വാടക കെട്ടിടത്തിലാണ്. ആ വാടക കെട്ടിടത്തിലെ ഉടമസ്ഥൻ സ്ഥലം കൊടുക്കുവാനായിട്ട് ചോദിച്ചിരുന്നത് $10,000 സ്ഥലത്തിനായിട്ട്. അത്രയും കൊടുക്കുവാനായിട്ട് ദേവാലയത്തിനില്ല. പക്ഷേ ഈ മകളുടെ കഥ, ഈ മകൾ തന്ന 57 സെൻസിൻ്റെ കഥ ഈ ഉടമസ്ഥനോട് പറയുകയാണ്. ഉടമസ്ഥൻ പറയുന്നു, ഞാൻ 57 സെൻസ് സ്വീകരിച്ചിട്ട് നിങ്ങൾക്ക് ഈ സ്ഥലം തരികയാണ്. $10,000 ഈ സ്ഥലം വെറും 57 സെൻസ് രൂപയ്ക്ക് ആ ഉടമസ്ഥൻ കൊടുക്കുകയാണ്. അവിടെ നിന്ന് അവരാരംഭിക്കുന്നു ദേവാലയം പണിയുവാനായിട്ട്. $2.5 ലക്ഷത്തോളം ആദ്യം അവർ കളക്ട് ചെയ്ത് പല വിധത്തിലൂടെ. അതിനുശേഷം അവിടെ ആ ദേവാലയത്തിന് അവർ പേര് നൽകി ദ ടെമ്പിൾ ഓഫ് ബാപ്റ്റിസ്റ്റ്. കത്തോലിക്കരുടെ പള്ളിയല്ല. US ഫിലാഡൽഫിയയിലേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് പറ്റും ടെമ്പിൾ ഓഫ് ബാപ്റ്റിസ്റ്റ്. 40,000-ഓളം പേരെ ഉൾക്കൊള്ളുന്നൊരു ദേവാലയം. അതിനുള്ളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഗുഡ് ഷെപ്പേർഡ് എന്ന് പറയുന്ന ഒരു ആശുപത്രി, ടെമ്പിൾ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ഒരു കോളേജ്. അതിനുള്ളിൽ ഒരു മുറിയിൽ ഈ മകളുടെ രൂപം പ്രതിഷ്ഠിച്ചിട്ട് എങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, ടെമ്പിൾ ഓഫ് 57 സെൻസ്. എത്ര പേരുടെ മനസ്സിനെ കീഴടക്കിയ മകള്. താൻ ദേവാലയത്തിന് പുറത്താണെന്ന് അറിഞ്ഞുകൊണ്ട് തൻ്റെ ഉള്ള സമ്പാദ്യം മുഴുവൻ സൂക്ഷിച്ചു വെച്ച് വെറും 57 സെൻസിൽ, നമ്മളൊക്കെ പറയും 57 രൂപ, അതിൽ തുടങ്ങി പൂർത്തീകരിച്ചൊരു ദേവാലയം, ഒരു കോളേജ്, ഒരു ആശുപത്രി. ലോകത്തെ കീഴടക്കുവാനായിട്ടാണ് ദൈവം പറഞ്ഞത്. ആ മകളുടെ ആ ഇൻസ്പിറേഷൻ ലോകം മുഴുവൻ കീഴടക്കി. 40,000 പേരോളം ഉൾക്കൊള്ളുന്ന ഒരു ദേവാലയം അവിടെ പണിയപ്പെട്ടു. ഗൂഗിളിലൊക്കെ നോക്കിയാൽ നമുക്ക് ഈ കഥ കാണുവാനായിട്ട് പറ്റും. 1886 നടന്നൊരു സംഭവം.